സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു റിവീലിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് ഗൈസ് കുറച്ച് റിവീലിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു മച്ചാൻ റിവീലിംഗ് ഉണ്ട്, ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും റിവീലിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു വണ്ടിയുടെ ലുക്ക് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ അത്യാവശ്യം കുറച്ച് വർക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടിക്കകത്ത്. തന്നെ റിവേഴ്സ് പോകാനുള്ളൂ. ഞാൻ എന്തായാലും വേഗം വണ്ടിയിലോട്ട് കയറട്ടെ കേട്ടോ. മിക്കവാറും ഞാൻ ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല, അതായിരിക്കും. സോ അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി തന്നെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ന്യൂട്രലായിരുന്നു കടന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നു പോയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ തന്നെ റിവേഴ്സ് പോവാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് നേരെ പോവാം. ഇതിൻ്റെ ഇൻറ്റീരിയറെല്ലാം കാണാൻ രസമുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഗെയിം കയറിയിട്ടൊന്ന് വെറുതെ നോക്കിയത്, വല്ല പുതിയ വല്ല കാറും ഉണ്ടോ ഇത്. അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഇതും എടുത്തിട്ട് അങ്ങ് വന്ന്. പിന്നെ ഇതിന് വലിയ സൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഭയങ്കര ശാന്തമായിട്ടാണ് പോകുന്നത്. ഇതാണ്ട് അവിടെ റെഡ് ലൈറ്റാണ് കത്തി കിടക്കുന്നത്. എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നേരെ കേസ് അപ്പോൾ എല്ലാവരും സിഗ്നലൊക്കെ നോക്കി തന്നെ വണ്ടി ഓടിക്കുക. ഞാൻ അവിടെ നിന്ന് നേരെ കയറി ഇപ്പോൾ അപ്പുറത്തെ കാറ് വന്ന് ഇടിച്ച് കേസ്. അപ്പോൾ തന്നെ ഹൈറ്റും കൂട്ടി കിടക്കുന്നതുകൊണ്ട് വണ്ടി നേരെ മറിഞ്ഞ്. പക്ഷെ ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ. വണ്ടി ഒന്ന് നൈസായിട്ടൊന്ന് മറിഞ്ഞിട്ട് അപ്പോൾ തന്നെ നേരെയായി. വേറെ സ്ക്രാച്ചൊന്നും ആയിട്ടൊന്നും ഇല്ല. ഇനി കേസ് ഇവിടെ നിന്ന് നമ്മുടെ ട്രോപ്പിക്ക് വരെ പോകണം. നമ്മുടെ സുഗുവണ്ണൻ്റെ അവിടെ വെച്ചിട്ട് തന്നെയാണ് റിവീലിംഗ് നടത്തുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും എത്തിയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുമെന്ന് തന്നെ വിചാരിക്കാം. പിന്നെ റിവീൽ ചെയ്യാൻ പോകുന്ന കാർ ഏതാണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഒരു സിവിക്കാണെന്ന് പറഞ്ഞത്. അപ്പോൾ സിവിക്ക് ആയതുകൊണ്ട് എന്തായാലും നൈസായിരിക്കും. ഇപ്പോൾ എല്ലാവരും സിവിക്കെല്ലാം പടന്ന് ഇങ്ങനെ ഇറക്കി വരുന്നുണ്ട്. സിവിക്ക് ഇങ്ങനെ എല്ലാ വർക്കും ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത് കാണാനും പൊളിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ സിവിക്കെല്ലാം എടുത്ത് ഇങ്ങനെ പടത് ഇറക്കുന്നുണ്ട്. എന്തായാലും ഈ സ്പീഡ് തിരക്കണമെങ്കിൽ ലൈക്ക് അടിച്ചില്ലേ. ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബ്രേക്ക് പിടിക്കാൻ നോക്കിയിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല. അടിക്കുമോ? ഇല്ല അടിച്ചിട്ടില്ല. ഇപ്പോൾ അവിടെ ഇടിച്ചേനെ. ബ്രേക്ക് ഭയങ്കര കുറവാണ് കേസ്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്തായാലും ബോധമായിരിക്കും അതൊന്ന് സെറ്റാക്കണം. എന്തായാലും കേസ് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇനി ഇവിടെ നിന്ന് കുറച്ച് പോകാനൊക്കെ ഉണ്ട്. പിന്നെ മാസ്കിനെ ഞാൻ വിളിച്ചായിരുന്നു. മാസ്ക് എപ്പോഴും കണ്ട ഈ ഒരു സ്ഥലത്തൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല മാസ്കിനെ. മിക്കവാറും അവനിന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവനെ കാണുകയുള്ളെന്ന് തോന്നുന്നു. എന്തായാലും കേസ് ഇനി അവിടെ എത്തിയിട്ട് കാണാം. 2000 years later. കേസ് അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടൊന്ന് ഫ്യൂൽ അടിക്കാൻ ഓർത്തപ്പോൾ തന്നെ കേസ് നമ്മുടെ കുറച്ച് മച്ചാന്മാരും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാറിലോട്ട് കയറിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെയാണുള്ളത്. ഞാൻ ഇപ്പോൾ അപ്പുറത്തെ ഡോറിൽ കൂടെ കയറിയിട്ട് അവിടെ കയറിയിരുന്നേരെ. എപ്പോഴും മാറിപ്പോകും കേസ്. സിവിക്കാണെങ്കിൽ അപ്പുറത്താണ് നമ്മുടെ സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. ഇതിൻ്റെ നോക്കുവാണെങ്കിൽ കണ്ട് ഈ ഒരു സൈഡിലാണ്. അതുകൊണ്ട് എപ്പോഴും മാറും. ഇതാരുടെയാണ് കേസ് ആ ഫ്രണ്ടിൽ കിടക്കണത്. അതുകൊണ്ട് ഫുള്ള് ചെളിയാണ് അതിനകത്ത്. പിന്നെ അതാണ് മറ്റേ ജീപ്പ് പോകുന്നുണ്ട് കേട്ടോ, ന്യൂ ജീപ്പ്. അതെനിക്ക് എടുക്കണം എന്നുണ്ട്. എന്തായാലും ഒരു ദിവസം എന്തായാലും സെറ്റാക്കണം. എനിക്ക് മാസ്കിനുള്ള കേസ് ഒന്നിച്ചെടുക്കാനാണ്. അപ്പോൾ ഒന്നിച്ച് കിട്ടുന്ന ഒരു ദിവസം വരുമ്പോൾ നമ്മളെന്തായാലും അത് എടുക്കും. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ സുഗുവണ്ണൻ്റെ ആ ഒരു കസ്റ്റം ഷോപ്പ് ഇരിക്കണത്. പിന്നെ കസ്റ്റം ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാർ സെയിലാണ് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. നമ്മളെല്ലാം റിവീലൊക്കെ ചെയ്ത് ഇങ്ങനെ ഇറക്കുന്നതുകൊണ്ട് ഞാൻ കസ്റ്റം ഷോപ്പാക്കി കേസ്. ഇവിടെ നോക്കി കേസ് നമ്മുടെ കൂട്ട് ആ ഒരു 2 വണ്ടി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ നീല മാസ്കിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ബ്ലാക്ക് കാറാണ് കേസ്. ബ്ലാക്ക് ഒരു രക്ഷയില്ലാത്ത ലുക്കിലാണ് കടുത്ത് വെച്ചേക്കുന്നത്. നോക്കിയേ, ഫുള്ള് ഗ്രാഫിക്സ് എല്ലാം അടിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ പാർക്ക് ചെയ്തിട്ട് അത് ഇറങ്ങി നോക്കാം കേട്ടോ. അതൊരു രക്ഷയില്ലാത്ത ലുക്കിൽ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു മാറ്റ് ഫിനിഷ് ആട്ടോ, ഗ്ലോസി ആക്കിയിട്ടില്ല. മാസ്ക് അത് നോക്കി അവിടെ നിൽക്കുവാന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ സൈഡിലോട്ട് അങ്ങനെ പാർക്ക് ചെയ്യാം. അവിടെ സ്ഥലം ഉണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ മറ്റേ ഏതോ ഒരു സ്കൂട്ടർ എന്തോ നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കിയിട്ട് അവിടെ പാർക്ക് ചെയ്യാം. പിന്നെ അതാണ്ട് ആ ചെളി പിടിച്ച വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. അതൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരുവായിരുന്നെങ്കിൽ നൈസായിരുന്നു. ഫുള്ള് ചെളിയാണ്. ഇപ്പോൾ ഓഫ് റോഡ് പോയിട്ട് വന്ന വഴിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. അതുകൊണ്ട് അവിടെ ഒരു ബൈക്ക് കിടപ്പുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ തന്നെ പാർക്ക് ചെയ്യാമല്ലേ. ഞാൻ എന്തായാലും കേസ് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യട്ടെ. ഇവിടെ നിന്ന് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഈ ആ ഒരു കാറിൽ ഇടിച്ചെന്നാട്ടോ അതൊന്ന് ഡോറ്. എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ മറ്റേ വണ്ടി ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. മാസ്ക് നോക്കി ഇവിടെ തന്നെ നിൽക്കുവാണ്. അല്ല ഞാൻ ആ ബ്ലാക്ക് വണ്ടി കണ്ടിട്ട് ഇവിടെ നിൽക്കുന്നതാണോ? ഒരു രക്ഷയില്ലാത്ത ലുക്ക് അതിന്. അത് നോക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇറങ്ങി വന്നു. ഇത് കണ്ടോ ഈ ഒരു മാറ്റ് ബ്ലാക്കിനകത്ത് ഈ ആ ഗ്രാഫിക്സ് എല്ലാം അടിച്ചിട്ട് ഈ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പണിത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഓണർ വീഡിയോ കാണുന്നുണ്ട്. എന്തായാലും കമൻറ്റ് ഇടുക കേട്ടോ. ഒരു സെയിം വർക്ക് തന്നെ ബ്രോ ചെയ്തേക്കുന്നത്. എൻ്റെ എണ്ണ ഒരു രക്ഷയില്ലാട്ടത് കാണാൻ. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. ഞാൻ ഇത് തന്നെ നോക്കിയിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. ഈ വണ്ടി വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ വാങ്ങും. അല്ല ഇത് ആരുടെയാണെന്ന് എനിക്ക് അറിയത്തില്ലടാ. പിന്നെ ഇത് വിൽക്കാനും ചാൻസ് ഇല്ല. ഇത് ഇത്രയും പൊളിയായിട്ട് പണിത് വെച്ചേക്കുന്നല്ലേ. പിന്നെ നമ്മുടെ സിറോവിൻ്റെ കാർ കൂടെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ ഒരു ക്യാരക്ടറെല്ലാം അടിച്ചിട്ട് പിന്നെ ഒരു യെല്ലോ കളറും ബ്ലൂ കളറിലും ഒരു സെറ്റപ്പ് ഒരു ഡിസൈനെല്ലാം അടിച്ചിട്ടുണ്ട്. ക്യാരക്ടർ അടിക്കൽ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. ക്യാരക്ടർ നല്ല പണിയാണ് ഒരു ക്യാരക്ടർ അടിക്കാൻ തന്നെ. അതാണ്ട് മാസ്ക് അതിൻ്റെ ചുറ്റിനും നടക്കുക. അന്നത് കാണാൻ ഒരു രക്ഷയില്ലാണ്. ഞാൻ വന്നിട്ട് ഇത് തന്നെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇതിലും പോലത്തെ ലുക്ക് ഇതിന്. ഞാൻ ഇതും കൊണ്ട് ആരും വരൂലെന്ന് ഓർത്ത്. എന്നിട്ട് ഞാൻ ഇതും കൊണ്ട് വന്നു നോക്കുമ്പോൾ മാസ്കും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു മച്ചാനും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു ബ്ലാക്ക്. പിന്നെ ഇതാണ്ട് ആ ന്യൂ ജീപ്പ് കേസ് ഒരു പോലീസ് വണ്ടി ആക്കിയിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെ എല്ലാം ലൈറ്റ് കത്താൻ തുടങ്ങിയിട്ടുണ്ട് പോലീസ് വണ്ടി ആക്കിയപ്പോൾ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ പറ്റുന്നില്ല കേസ്. അതും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നൈസായിരുന്നു. നമ്മുടെ ഓൺലൈനിൽ കയറുന്നവരുടെയൊക്കെ എല്ലാവരുടെയും ഇൻറ്റീരിയറൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നൈസായിരുന്നു.
ഇതിപ്പോൾ നമ്മളെ വണ്ടിയുടെ മാത്രമേ കേസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബസ്സിൻ്റെ കാണാം കേട്ടോ, വേറെ ആൾക്കാർ കൊണ്ടിരുന്ന ബസ്സിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാം. അണ്ണാ ഞാൻ ആ ജീപ്പിന്റെ പുറകിൽ വണ്ടി കിടക്കുന്നതെന്ന് നോക്കാൻ വന്നേ. അത് മറ്റേ വലിച്ചോണ്ട് പോകുന്ന ആ സംഭവമായിരുന്നല്ലേ? അത് മറ്റേ അത് തന്നെയാണ്, മറ്റേ വണ്ടിയുടെ പുറകിലെല്ലാം വെച്ചിട്ട് പോകുന്നത്. വേറെ സ്കൂട്ടി എല്ലാം വെച്ചിട്ടുണ്ട് അതിന് മേളിൽ. അങ്ങനെ കൊണ്ടുപോകുന്ന ഇതായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ്, അധികം ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല കേട്ടോ. ഓവർ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിരിക്കും. അല്ലേ പിന്നെ അങ്ങനെ നിൽക്കണം ഒരു അലമ്പും ഇല്ലാതെ. പക്ഷേ നമ്മളെല്ലാവരെയും വിളിച്ച് കഴിയുമ്പോൾ സാധാരണ അലമ്പാണ് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കേസ് ഒരു 10 പേരെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ കണ്ടോ. 10 പേരെങ്ങനെ ഉള്ളൂ, മൊത്തത്തിൽ 10 പേരുള്ളൂ കേട്ടോ, റിവീൽ ചെയ്യുന്ന കാറടക്കം. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കാറ് പോയി നോക്കാം കേട്ടോ, അകത്തോട്ട് പോയിട്ട്. അല്ല ഞാൻ വേറെ ഓടിച്ചല്ലേട്ടെ, അത് ഏതാ കാറെന്ന് എനിക്ക് അറിയത്തില്ല. ഏതാണ് കാറ്? നീ എന്തായാലും ഇതിൻ്റെ അടുത്ത് വരെ എത്തിയില്ല, ഇനി അങ്ങോട്ട് കയറി ചെന്ന് നോക്കിയതാ അത്. അണ്ണാ ഇത് സിവിക്ക്, അതൊരു കിടിലൻ സിവിക്കണ്ണ. ഇങ്ങോട്ട് കയറുവാ. ഓ ഇത് വെറൈറ്റി കേട്ടാ. നോക്കി അതിന്റെ കളർ തന്നെ നോക്കി, ഒരു ക്രീം കളർ. കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സിവിക്ക്, നമ്മുടെ മാഡ് മാക്സിൻ്റെ LC കൊണ്ടുവന്നില്ലേ കേസ്, ആ ഒരു മച്ചാൻ്റെയാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സിതാണ്ട് സിവിക്കും പൊളിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഈ സിതാണ്ട് ഇങ്ങനത്തെ ഒരു ഡിസൈനെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിനകത്ത് ഈ മറ്റേ ക്രോസി ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ സോമൻ കസ്റ്റംസ് എന്നാണ് തോന്നുന്നു അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ക്യാപ്ഷൻ നോക്കി കേസ്, അതൊരു രക്ഷയില്ല കേട്ടോ. എന്തായാലും നിങ്ങളത് നോക്കിയോ ആ സീന്. പിന്നെ സൈഡിലെ ലുക്ക് ഇതാണ് കേട്ടോ. ആരും കേസ് ഈ ഒരു കളറിൽ ആരും സിവിക്കൊന്നും ഇറക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു കളറിൽ ആർക്കെങ്കിലും സിവിക്കുണ്ടോ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇതാണ്ട് നോസ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ. ഇതൊക്കെ സീന് കേട്ടോ. ഈ മച്ചാൻ്റെ പ്രത്യേകതയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കാണാനും നല്ല രസമായിരിക്കും കണ്ടോ. ഈ സൈഡിലെ ഗ്ലാസ്സിലൊക്കെ കണ്ടോ, ഈ സൈഡിലെ ഗ്ലാസ് കണ്ടപ്പോഴാണ് ഈ ഒരു സിവിക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടല്ലോ. അത് നമ്മൾ സിവിക്ക് മീറ്റപ്പ് വെച്ചപ്പോൾ വന്നായിരുന്നു. അപ്പോൾ ഈ ലുക്കൊന്നും അല്ലായിരുന്നു, പക്ഷേ ഈ ഗ്ലാസ് ഞാൻ കണ്ടായിരുന്നു ഈ സന്ന്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എനിക്ക് ആ ഒരു സിവിക്ക് ഏതാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല, ഒരു ബ്ലൂ കളർ അങ്ങനെയാണോന്ന് എനിക്കിതൊരു സംശയമുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഇതൊരു ബ്ലൂ കളറിലായിരുന്നെന്നാണ് തോന്നുന്നത്. ഞാൻ ആ ഒരു സൈഡ് ഗ്ലാസ് കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ ഏതായിരുന്നു ആ ലുക്കെന്ന് ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഏതാണ്ട് ആ ക്യാപ്ഷനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതൊരു സീൻ ക്യാപ്ഷനാണ്, ഇതൊന്നും ആരും അടിച്ചിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളാൻ കഴിച്ചു ഈ ഒരു സിവിക്ക് കാണാൻ വേണ്ടി. ഇതുണ്ടോ ബേക്കിലോട്ട് നോക്കുമ്പോൾ വൈറ്റ് കളറാണ് കേട്ടോ. എന്തായാലും ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ എല്ലാം എടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടോ. പിന്നെ എല്ലാവരും സെറ്റ് ചെയ്യുന്ന പോലെ മേളിൽ റൂഫ് ബോക്സ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ കേസ്. അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ ഒരു സിനിമാറ്റിക് വീഡിയോ കൂടെ നിങ്ങൾ കേസ്. അപ്പോൾ നമുക്കിനി ഈ സിവിക്ക് എങ്ങനെയുണ്ട് ഓടിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സിവിക്കിലോട്ട് കയറാം. കാരണം ഇതിൻ്റെ സൗണ്ട് സീനാണെന്നാണ് കേട്ടോ തോന്നുന്നത് കേട്ടോ. നല്ല ബാസുള്ള സൗണ്ടാണ്. എന്തായാലും നമുക്കൊന്ന് ഹൈവേയിലോട്ട് ഇറങ്ങിയിട്ടൊന്ന് നമുക്ക് സ്പീഡ് കൊടുത്ത് നോക്കാം കേട്ടോ. ഇതിലും പോലത്തെ സൗണ്ടാണ് കേസ് ഇതിൻ്റെ. ഞാനെന്ന് കേസ് ഇവിടെ നിന്ന് അവിടെ വരെ പോയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്, ആരൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇതാണ്ട് ആരും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിവീലിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു മച്ചാൻ വരുന്നതാണോ എന്ന് എനിക്കൊരു സംശയം. ആ ഒരു മച്ചാൻ കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവന്ന സെയിം വണ്ടിയാണ്. അതിപ്പോൾ എല്ലാവരും ഇപ്പോൾ അത് എടുത്തുകൊണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു സിവിക്ക് ഓടിക്കാൻ ഒരു രക്ഷയില്ല. ഈ ഒരു സൗണ്ടും ആരാ ഞാനൊന്ന് ഓടിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതിനകത്ത്. അതിൽ നമുക്ക് തിരിച്ച് പോയിട്ട് അവിടെ കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ കൊടുക്കാം. എന്തായാലും ഞാനിപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പിന്നെ അധികം സ്പീഡിൽ പോകാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടാതെ അങ്ങനെ പോയിട്ട് അവിടെ ഇടിച്ച് കിടക്കേണ്ടെന്ന് ഓർത്തിട്ടാണ്. എനിക്ക് കേസ് ഇൻറ്റീരിയറിൽ ഇരുന്നിട്ടാണ് ഓടിച്ചിട്ടൊരു ഇതുള്ളൂ. എനിക്കല്ലാതെ ഇങ്ങനെ ഓടിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് കൺട്രോൾ കിട്ടൂല. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാത്തതുകൊണ്ട് അങ്ങനെ ഓടിക്കുന്നതിന് നല്ലത് ഇങ്ങനെ പോകുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ മെയിൻ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CPM നല്ല രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എന്തായാലും പറയാം കേട്ടോ. എനിക്ക് അല്ലാതെ കളിക്കുമ്പോൾ സീനില്ലെന്നാണ് തോന്നുന്നത്. ഈ വീഡിയോയും കൂടെ റെക്കോർഡാക്കുമ്പോൾ ലാഗ് വരുന്നുണ്ട് കേസ്. എന്തായാലും ഇവിടെ എവിടെയാണ് എല്ലാവരും ഉള്ളതല്ല, ഇവിടെ എത്തിയിട്ടില്ല അല്ലേ, കുറച്ചും കൂടെ പോകുന്നുണ്ട്. ഈ അടുത്ത വളവിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ മാസ്ക് എല്ലാം നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്ത്. ഇതിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ആരും ചാടിപ്പോയി വണ്ടിയിൽ നിന്ന്, ആരും ചാടി പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും റിവേഴ്സ് എടുത്ത് നോക്കാം. ഇത് ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കുന്നുമില്ലോ. അതിൽ നേരെ റിവേഴ്സ് ഇടട്ടെ. അതാരോ കേസ് ചാടിപ്പോയത്, ആരോ ചാടിപ്പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ആരെയും കാണുന്നൊന്നുമില്ലല്ലോ. മിക്കവാറും കേസ് വണ്ടിയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടാവും. നമ്മൾ വെറുതെ നോക്കണ്ടായിരിക്കും. ഇത് കേസ് ഞാൻ കേസ് ഇത് ഓട്ടോ ബാക്ക് ആയി കേസ്. ഇതെന്താണ് പെട്ടെന്നൊരു ഓട്ടോ ബാക്ക്? ഞാനങ്ങനെ പിന്നെയും കയറിയിട്ടുണ്ട് കേസ്. ഇവിടെ എത്തിയപ്പോൾ ഒരു ഓട്ടോ ബാക്ക്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കയറിയേ ഉള്ളൂ കേട്ടോ. ഇത്ര നേരം ഗെയിം അപ്ഡേറ്റ് ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു. അതിൽ അപ്ഡേറ്റിങ് കയറിയിട്ട് ആദ്യം ഇട്ട റൂമാണ്, അതിൻ്റെ വല്ല പ്രശ്നമാണോ എന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും കറക്റ്റ് ഓട്ടോ ബാക്ക് ആയിരുന്നു. നമുക്ക് ഇവിടെ അങ്ങനെ കൊണ്ട് നിർത്തിയില്ല. അതാണ്ട് ഇവരോട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിക്ക് ഒരു ലാഗെല്ലാം അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്ത ഓട്ടോ ബാക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കിട്ടൂലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കേസ്. ഞാൻ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യട്ടെ. കുറച്ചായിട്ട് കേസ് നമ്മുടെ ഓട്ടോ ബാക്കിൻ്റെ സീനൊന്നും ഇല്ലായിരുന്നു. അത് വീണ്ടും തിരിച്ചു വന്നോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കയറിയതിൻ്റെ വല്ലതും ആയിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് നിർത്തിയിടാം. എന്താണ്ട് ഇവർ രണ്ടുപേരും നിർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിർത്തിയിടാം.
അണ്ണൻ എവിടെയായിരുന്നു? നമ്മുടെ ഈ വണ്ടിയെല്ലാം നേരത്തെ ഒരു ഫോട്ടോ അങ്ങ് എടുക്ക്. എടാ എനിക്ക് ഓട്ടോ ബാഗ് ആടാ, ഞാൻ ആ സിവിക്ക് ഓടിച്ചു നോക്കാൻ പോയിട്ട് ഇതാണ്ടേ കേസ്. അപ്പോൾ ഒന്നും കൂടെ ഓട്ടോ ബാഗ് ആയിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ ഒന്ന് കയറട്ടെ കേസ്. അങ്ങനെ ഞാൻ വീണ്ടും കയറിയിട്ടുണ്ട്. ഇനി ഓട്ടോ ബാഗ് ഒന്നും ആവൂലായിരിക്കും, 2 പ്രാവശ്യം ഓട്ടോ ബാഗായി. ഇനി ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ആവുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ഇത് വീഡിയോ ഒന്ന് അതിൻ്റെ പാക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇതാണ്ട് നമ്മൾ 4 വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ 4 എണ്ണം, 2 ബ്ലൂ കളറും പിന്നെ വൈറ്റും ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഫുള്ള് ഗ്രാഫിക്സ് എല്ലാം അടിച്ച് നിങ്ങളെ കാണിച്ചു തന്നെയായിരിക്കും. പിന്നെ ഇതാണ്ട് നമ്മളെ റിവീലിയ സിവിക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇതൊരു രക്ഷയില്ല കേട്ടോ, ഇതിൻ്റെ വീലും കാണാൻ ഒരു രക്ഷയില്ല. ഉമ്മാർ എന്താണ് ഇവിടെ കാണിക്കുന്നത്? അന്നെ ഇവിടെ ഞാൻ നൈസായിട്ടൊരു ചലഞ്ച് അവന് കൊടുത്തതാണ്, അപ്പോൾ എന്നെ തോപ്പിക്കാൻ പറ്റുമെന്ന്. വേണ്ട, നമ്മളിപ്പോഴും ഒന്നിനൊന്നും മെച്ചെന്ന് പറഞ്ഞ പോലെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് നോക്കുവാണെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ട് നമ്മൾ രണ്ടുപേരും പുഷപ്പ് അടിച്ചുകൊണ്ടിരിക്കും ഇവിടെ. കൊള്ളാടാ നിങ്ങൾ. അത് അടുത്തവൻ കേസ്, അടുത്തവനും കൂടെ വന്നിട്ട് ഇപ്പോൾ പുഷപ്പ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 3 പേര് കേസ്. ഇവർ 3 പേര് ഇനി എപ്പോൾ നിർത്താനത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ റൂം ക്ലോസ് ആക്കി പോകേണ്ട വരും ഇനി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവരൊക്കെ ഇപ്പം മടുക്കും. ഞാൻ തന്നെ ആയിരിക്കും ഇവിടുത്തെ വിന്നർ, അതിനൊരു സംശയവും വേണ്ട. കണ്ടിട്ട് ഇതിപ്പോൾ ആരും മടുക്കുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് വേറെ വണ്ടിയൊന്നും വരുന്നില്ല കേട്ടോ. നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. ഇതായിട്ട് ജിമ്മാണെന്ന് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്ന പോലെ 3 പേര് ഇവിടെ വന്നിട്ട് ഇതാരെ ചാടി കളിക്കുന്നത്. 3 പേര് പുഷപ്പ് അടിക്കുന്നത്, വേറെ ഒരാൾ ഇതാണ്ട് ഇവിടെ ചാടി നടക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാൻ കഴിച്ചു. ഇതാണ്ട് എല്ലാവരും മര്യാദയ്ക്ക് വർക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം പേരെ ഒന്ന് വിളിക്കായിരുന്നത് കേസ്. അപ്പോൾ റൂമിൽ ഇതുപോലെ ആയാലും കയറി വീഴുന്നുണ്ട് കേസ്. എല്ലാവരും ഇതുപോലെ മര്യാദയ്ക്ക് വണ്ടിയെല്ലാം വർക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ലാഗൊന്നും അടിക്കൂല. അല്ലാതെ ഇവിടെ കിടന്നിട്ട് കേസ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കാറെല്ലാം ഡ്രിഫ്റ്റ് എല്ലാം ചെയ്ത് കളിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വല്ല ലാഗായിരിക്കും. ഞാനാണെങ്കിൽ ഇവൻ്റെ പുഷപ്പടി ഒന്ന് നിൽക്കുവാണെങ്കിൽ കേസ് എനിക്ക് വൈൻഡപ്പ് ആക്കാൻ പറയാനായിരുന്നു. ഇവൻ എന്തായാലും നിൽക്കുന്ന വേണ്ടി ഇതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ സിവിക്ക് എടുത്തിട്ട് കേസ് അപ്പത്തുകൊണ്ട് ഇട്ടിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതായത് അധികം ദൂരത്തോട്ടൊന്നും പോകുന്നില്ല, ഇവിടെ എവിടെയെങ്കിലായിട്ട് തന്നെ നമുക്ക് നിർത്താം. അപ്പോൾ തന്നെ ഇവൻ്റെ പുഷപ്പെല്ലാം നിൽക്കുമെന്ന് തോന്നുന്നു. ആരെങ്കിലുമൊക്കെ മടുത്തിട്ടൊന്ന് ഇതാണ്ട് 4 പേരായോ അത്? അവഴി 4 പേരായെന്താണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴൊന്നും ഇനി നോക്കണ്ട. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുമോ ഗൈസ്? ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്യാമല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ നിർത്തിയിടാം. എന്നിട്ട് നമുക്ക് ഫുള്ളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ സിവിക്കിലോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ പറയുന്നത് ശരിക്കും തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഇതിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്നത്. എന്തായാലും നമുക്കിവിടെ ഇറങ്ങാം. ഞാൻ വണ്ടി ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ചെറുതായിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാകും ബാക്ക്ഗ്രൗണ്ടിൽ. എന്തായാലും ഞാൻ പെട്ടെന്ന് ഓരോന്നൊക്കെ കാണിച്ചു തരാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ്ട് ഹോണ്ട പെർഫോമൻസ് എന്നാണ് തോന്നുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ 07 അടിച്ചിട്ടുണ്ട്. പിന്നെ ലോവയുടെ എംപയർ എന്നാണ് വണ്ടിയുടെ ആ നെയിമായിട്ട് അവിടെ ഇട്ടേക്കണേ. പിന്നെ താഴെ സോമൻ ഇട്ടിട്ടുണ്ട്. ഇതാരാണ് ഈ വണ്ടിക്കകത്ത് വന്നിട്ട് വണ്ടി കുലുക്കിയിട്ടൊക്കെ ഓടുന്നുണ്ട് ആരൊക്കെയോ. പിന്നെ ഈ മേളിലോട്ട് പോകുകയാണെങ്കിൽ റൂഫ് ബോക്സ് ഉണ്ട്. പിന്നെ ആ നോസിൻ്റെ അത് ഗ്ലാസ്സിൽ വെച്ചേക്കുന്ന ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ സൈഡിലും ഗൈസ് കുറേ എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട് ഗൈസ്. അതാണ് ഗൈസ് മെയിനായിട്ട് ഈ സീനകത്ത് ലുക്കായിട്ടിരിക്കണേ. ഓരോ സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ തന്നെ കണ്ടോ 180 km എന്നുള്ള ആ സംഭവം. പിന്നെ മോട്ടീവ് ലേസ് KMSS അങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ വെഹിക്കിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാപ്ഷനും പിന്നെ നോട്ട് ഫാസ്റ്റ് ജസ്റ്റ് ലൗഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ വണ്ടി കാണാൻ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നമ്മുടെ മച്ചാൻ പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു യെല്ലോ കളർ ആൻഡ് വൈറ്റ് കളർ കേട്ടോ, ആ ഒരു ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ടൊരു റെഡ് കളറും കയറി വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സിവിക്ക്. ഞാനിന്ന് ഡ്രോണിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടെ നൈസായിട്ട് കാണാൻ പറ്റും കണ്ടോ. ഡ്രോണിൽ കാണാൻ നല്ല രസമുണ്ട്. ഡ്രോണിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല സൂമായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സിവിക്കിൻ്റെ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിവിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയും. ഇതാണ്ട് കാർ ഹബ്ബൊന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ ശ്രദ്ധിച്ചേ, അത്ര നേരം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ്ട് സൈഡിൽ കേസ് ഡോൺ കോപ്പി അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതും നൈസായിട്ടുണ്ട്. പിന്നെ അവിടെ സോമൻ കസ്റ്റംസ് എന്നും എഴുതിയിട്ടുണ്ട് കേസ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ സിവിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അവിടെ പോയിട്ട് ഇവൻ്റെ പുഷപ്പ് കഴിഞ്ഞൊന്ന് പോയി നോക്കട്ടെ. ഞാൻ ഹൈഡ് വേ ആക്കാൻ നോക്കി കേസ് ആ കാർ ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഹൈഡ് വേ ആക്കിയിട്ട് ഇറങ്ങാം. അതുകൊണ്ട് അങ്ങോട്ട് നേരെ പോകുന്നുണ്ട് കേട്ടോ. എടാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? എന്നാ നമ്മള് 4 പേരുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതാണ്ട് ഇവനും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പൊ കഴിയത്. ഇടയിൽ ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാവൊന്നും പോകുന്നില്ലോടാ. നീ അവിടെ നീട്ടിട്ട് വന്നിട്ടൊന്ന് വൈൻഡപ്പ് പറ. അണ്ണാ ഞാൻ ഇപ്പൊ കഴിയും. അതാണ്ട് എന്റെ 500ാമത്തെ പുഷപ്പാട്ടോ. 500 കഴിഞ്ഞു. അവിടെ ആരാണ് തലയിൽ കൂടെ അല്ലേ വണ്ടി കയറിക്കൊണ്ട് പോകുന്നത്? ഇവനെ അവിടെ നിന്ന് ശരിയാവില്ല. അത് എണീക്കാൻ നോക്കട്ടെ. അല്ലെങ്കിലും കപ്പടിച്ചിട്ട് പോയാൽ പോരെ. അല്ലേ എണീറ്റ് കേട്ടോ ഞാൻ. അണ്ണ എന്തായാലും ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും എണീറ്റ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഇവിടെ ഫസ്റ്റ് അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ.